മാന്ത്രിക വിരലുകൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചിരിക്കുകയാണ്. സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ആ വാർത്ത കുടുംബം സ്ഥിരീകരിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. സിന്ദൂരി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സിന്ദൂരി, ലോകത്തിന് മുൻപിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ, നമ്മുടെ സംസ്കാരമുയർത്തിയ മഹാപ്രതിഭ വിടവാങ്ങിയിരിക്കുകയാണ്. മാന്ത്രിക മനുഷ്യനെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ആ ഹൃദയതാളം മാത്രമാണ് നിലച്ചിരിക്കുന്നത്. പക്ഷേ ആ കൈവിരലുകൾ, മാന്ത്രിക വിരലുകൾ തീർത്ത താളം ഈ ലോകമുള്ളിടത്തോളം കാലം, ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തോളം കാലം നമ്മുടെ മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യും. കാരണം അത്രമാത്രം പകരം വയ്ക്കാനില്ലാത്തൊരു പ്രതിഭയാണ് കടന്നു പോകുന്നത്. മനു പറഞ്ഞപ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ ആ വാക്കുകൾ സത്യമാവുകയാണ്. കാരണം ആ ഒരു വിരലുകൾ ചലിപ്പിക്കുമ്പോൾ ഈ ലോകം ശ്രവിച്ച സംഗീതത്തിന് ഒരിക്കലും മരണമില്ല. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞുവെങ്കിലും ആ വിരലുകൾ ലോകത്തിന് പകർന്നു നൽകിയ താളം ഒരിക്കലും മായാതെ, മറക്കാതെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. 2 ആഴ്ചകൾ പരമായിട്ട് ആ ഒരു ചികിത്സ തുടർന്ന് വരികയാണ്. പല പ്രാവശ്യം മെഡിക്കൽ ബുള്ളറ്റിനുകൾ വന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കണമെന്ന് ഓരോ ആരാധകനോടും ആവശ്യപ്പെട്ടു. അത്തരത്തിൽ നമുക്കറിയാം, അദ്ദേഹം സുഖമില്ലാത്തൊരവസ്ഥയിലാണ്, അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണെന്നുള്ള വാർത്തകളൊക്കെ ഇതിനു മുമ്പ് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിലും ഇതുപോലൊരു വാർത്ത വന്നു, അദ്ദേഹം മരണപ്പെട്ടു എന്നൊരു വാർത്ത ഇന്നലെ രാത്രിയിൽ പുറത്തു വന്നു. അതിനോടനുബന്ധിച്ച് നമ്മളെല്ലാവരും ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോയിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്ന തരത്തിലുള്ളൊരു ട്വീറ്റിലൂടെ ആ കുടുംബം അറിയിച്ചു. ഇപ്പോൾ വീണ്ടും ആ ഒരു മരണ വാർത്തയെ സ്ഥിരീകരിച്ചുകൊണ്ട് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. സക്കീർ ഹുസൈൻ എന്ന അതുല്യ പ്രതിഭ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നൊരു ദുഃഖകരമായൊരു വാർത്തയുടെ സ്ഥിരീകരണത്തോടു കൂടിയാണ് ഈ ഒരു പ്രഭാതം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മനു, നമുക്കറിയാം, സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ആ ഒരു മാന്ത്രികന്റെ വിരലുകൾ തീർത്ത സംഗീത വിസ്മയത്തെ ആസ്വദിക്കാത്തവരായി ആരും തന്നെ ഈ ലോകത്തുണ്ടാവില്ല. അത്ര കണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടം പിടിച്ചിട്ടുള്ള ഒരു താളവിസ്മയമായിരുന്നു തബലയിൽ സക്കീർ ഹുസൈൻ തീർത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഈ ഒരു സമയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അദ്ദേഹം ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കൈക്കുഞ്ഞായി എന്നെ കൈകളിലേക്ക് കൈമാറിയപ്പോൾ ചേർത്തെടുത്ത് എൻ്റെ അബ്ബാജി ആദ്യമായി എൻ്റെ കാതിൽ ഉരുവിട്ടത് ആത്മീയ മന്ത്രങ്ങളായിരുന്നില്ല, തബലയുടെ ബോലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സംഗീതമാണ്, തബലയുടെ സംഗീതമാണ് എൻ്റെ മനസ്സിൽ എന്നും ഇടം നിൽക്കുന്നത് എന്ന് സക്കീർ ഹുസൈൻ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയായിരുന്നു ആ വ്യക്തിത്വത്തെ ഈ സമൂഹത്തിനോട് എടുത്തു കാണിക്കേണ്ട ഒരു സവിശേഷതയെ നമ്മൾ പറയേണ്ടതും. സംഗീതത്തെ മതമായി കണ്ട് ഈ ലോകത്തുള്ള സകലതിനെയും ആ മതത്തിൽ ഉൾക്കൊണ്ട് കണ്ടൊരു പ്രതിഭയാണ് നമുക്ക് ഇന്ന് നഷ്ടമായിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ സംഗീതത്തെ ഇത്ര കണ്ട് ചേർത്ത് വെച്ചൊരു പ്രതിഭ ഈ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് സക്കീർ ഹുസൈൻ എന്ന പ്രതിഭയ്ക്ക് ഈ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടും ഒരു വലിയ ആരാധക വൃന്ദമുണ്ടായത്. ലോകം ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ ആസ്വദിച്ചതും അംഗീകരിച്ചതും സംഗീതത്തിനോടുള്ള പ്രതിഭ മാത്രമായിരുന്നില്ല, അദ്ദേഹം എന്ന മനുഷ്യ സ്നേഹിയോടുകൂടിയുള്ള ആ ഒരു വില തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും ലഭിച്ചിട്ടുള്ളത്. മനു, തീർച്ചയായും ഒരുപക്ഷെ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, സംഗീതമാണ് എൻ്റെ മതം, ലോകത്തുള്ള എല്ലാ മതങ്ങളും ദൈവങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലോകത്തിന് മുൻപിലേക്ക് ഇറങ്ങി വന്നത്. ഒരുപക്ഷെ തബല എന്ന് പറയുന്ന, ഒപ്പം തന്നെ ഇന്ത്യയുടെ ക്ലാസിക്കൽ സംഗീത പാരമ്പര്യത്തിലേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സംഗീത ശാഖകളെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്ന ഇടത്താണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ വേറിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിൻ്റെ മുൻപിലേക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ ശൈലിയെ ഇത്രമാത്രം ആഴത്തിൽ വേരുപടർത്താൻ സഹായിച്ചതും അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുപമമായ കഴിവ് തന്നെയായിരിക്കും സിന്ദൂരി. അതേ മനു, നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയിലേക്ക് കൂടി ഒന്ന് സഞ്ചരിക്കുമ്പോൾ 1951 മുംബൈയുടെ പ്രാന്തപ്രദേശമായ ഒരിടത്താണ് അദ്ദേഹം ജനിച്ചത്. 12ാമത്തെ വയസ്സ് മുതൽ ഔദ്യോഗികമായി കച്ചേരികൾ അവതരിപ്പിച്ചു തുടങ്ങിയെങ്കിലും ഏതാണ്ട് ഒരു 3 വയസ്സ് മുതൽ തൻ്റെ അഭിരുചി സംഗീതത്തിലാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിൻ്റെ അബ്ബാജി, അദ്ദേഹത്തിൻ്റെ പിതാവാണ് അദ്ദേഹത്തിന് സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ നമുക്കറിയാം, ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ തബലിസ്റ്റായിരുന്ന അല്ലാ രഖാ ഖാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് സക്കീർ ഹുസൈൻ സംഗീതത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ആ ഒരു കൊടുമുടികൾ സ്വന്തമാക്കിയത് പിതാവ് പകർന്നു നൽകിയ ആദ്യ പാഠങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സംഗീതാഭ്യാസമായിരുന്നു. ഏതാണ്ട് 12ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ഒരു ഔദ്യോഗികമായ കച്ചേരി അവതരിപ്പിച്ച് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ സംഗീത യാത്ര പിന്നീട് ഇങ്ങോട്ട് എന്താ പറയുക, നമുക്ക് ലോകത്തിലെ തന്നെ കീഴടക്കിക്കൊണ്ടുള്ളൊരു ജൈത്രയാത്രയായിട്ട് വേണം നമുക്ക് ആ ഒരു സക്കീർ ഹുസൈൻ്റെ സംഗീത യാത്രയെ കാണുവാൻ. ആ ഒരു സംഗീത യാത്രയിൽ
പലതരത്തിലുള്ള പ്രതിഭകളുമായി അദ്ദേഹം ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു തുടക്കം പറയുകയാണെങ്കിൽ തന്നെ പിതാവിന് പകരക്കാരനായി ഒരു വേദിയിൽ ആദ്യം പിതാവിനോടൊപ്പം തബല വായിക്കുകയും അതിനുശേഷം പിതാവിന് പകരക്കാരനായി ഒരു വേദിയിൽ 1 മണിക്കൂർ തബല വായിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ ഒരു ഔദ്യോഗികമായ അരങ്ങേറ്റം നടത്തിയത്. പിന്നീട് 12ാമത്തെ വയസ്സിൽ ഇതുപോലെ തൻ്റെ പിതാവിനോടൊപ്പം തന്നെ പ്രശസ്തരായ പലതരത്തിലുള്ള സംഗീത വിദ്വാൻമാരുമായി ചേർന്ന് അദ്ദേഹം വേദികൾ പങ്കിട്ടു. അങ്ങനെ ആ ഒരു വേദികളിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത ആ ഒരു ലോകത്തെ അല്ലെങ്കിൽ ഒരു ആരാധക വൃന്ദത്തെ എന്നും തന്നോടൊപ്പം കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്ന് തന്നെയാണ് സക്കീർ ഹുസൈൻ എന്ന പ്രതിഭയെ ഈ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്നത്. ആ പ്രതിഭാതൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സംഗീത സബരിക്ക് മുന്നിൽ ലോകം ഒന്നടങ്കം തന്നെ കീഴ്പ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ 18ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി അമേരിക്കയിൽ ഒരു കച്ചേരി അവതരിപ്പിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു അമേരിക്കൻ സംഗീതത്തെ സ്വന്തമാക്കി, അമേരിക്കൻ ജനതയെ സ്വന്തമാക്കി അവരുടെ ഇടയിൽ ജീവിക്കുകയും അതിനോടൊപ്പം തന്നെ ലോകം ഒന്നടങ്കം അദ്ദേഹം സംഗീത കച്ചേരികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു വർഷത്തിൽ ഏതാണ്ട് 156 ദിവസങ്ങളിൽ അദ്ദേഹം സംഗീത കച്ചേരികൾ അവതരിപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് അന്നത്തെ ആ ഒരു സംഗീതത്തിന് അത്ര കണ്ട് ആരാധകരുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരു ചെറിയ കാര്യമല്ല, ഒരു 156 ദിനങ്ങൾ, ഒരു വർഷത്തിൽ 156 ദിനങ്ങളിലും അദ്ദേഹത്തിന് കച്ചേരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആ കച്ചേരി തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല പ്രശസ്തരായ സംഗീതജ്ഞരോടൊപ്പം പല വേദികളിൽ, ഇപ്പോൾ മനു ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കൃത്യമായ ഒരു പരമ്പരാഗത ശൈലി മാത്രമായിരുന്നില്ല സക്കീർ ഹുസൈൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് തബല എന്ന വാദ്യോപകരണത്തെ എത്രത്തോളം ഉപയോഗിക്കുവാൻ പറ്റുമോ അത്രത്തോളം ആ ഉപകരണത്തെ ഉപയോഗിക്കുകയും അതിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തുവാൻ സാധിക്കും, അതാണ് അതിന്റെ വേറിട്ട സാധ്യതകൾ പരിചയപ്പെടുത്തുകയും പരീക്ഷിക്കുകയും ചെയ്തു എന്നതാണ് സക്കീർ ഹുസൈനെ വേറിട്ട് നിർത്തുന്നത്. നമ്മളൊക്കെ എപ്പോഴും പറയാറില്ലേ, വലിയ വലിയ മനുഷ്യന്മാരൊക്കെ നമ്മളെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഇനി പിൻഗാമി ആരായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ സക്കീർ ഹുസൈന് ആ രീതിയിൽ ഒരു പിൻഗാമി ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല, ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം അദ്ദേഹത്തെ ആ രീതിയിൽ പിന്തുടരാൻ ആർക്ക് കഴിയും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വെറുമൊരു ഈ തബല എന്ന് പറയുന്ന സംഗീത ഉപകരണത്തെ, അതിൻ്റെ വ്യത്യസ്ത സാധ്യതകളെ ഇത്രമാത്രം പരീക്ഷണവൽക്കരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനപ്പെടുത്താൻ മറ്റാർക്ക് കഴിഞ്ഞിട്ടുണ്ട്? അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം, ഇനി ഒരാൾ ആ രീതിയിൽ വരാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നു അദ്ദേഹം. അതേ മനു, ആ ഒരു വിരലുകളുടെ മാന്ത്രിക സ്പർശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിരലുകൾ എന്ന് ലോകം ആ വിരലുകളെ വിശേഷിപ്പിച്ചത് ഒരിക്കലും വെറുതെയല്ല. നമ്മൾ ഇന്നലെ ഈ ഒരു വാർത്ത ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ ഒരു വാർത്ത ഇദ്ദേഹത്തിൻ്റെ അന്ത്യം ഇന്നലെ രാത്രിയിൽ സംഭവിച്ചു എന്ന രീതിയിൽ നമ്മളെല്ലാവരും വാർത്തകൾ എടുത്തിരുന്നു, എല്ലാ ചാനലുകളും ആ വാർത്ത കൊടുത്തിരുന്നു. അതിന്റെ പ്രശ്നം ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. കാരണം അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യന്റെ പേരിൽ ഒരു തെറ്റായ വാർത്ത വരാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത് അത് പ്രേക്ഷകരോട് നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടെ സംഭവിച്ചത് വാർത്താ വിതരണ മന്ത്രാലയം, രാജ്യത്തിന്റെ വാർത്താ വിതരണ മന്ത്രാലയം ആ വാർത്ത പങ്കുവച്ചപ്പോഴാണ് നമ്മളെല്ലാവരും ആധികാരികതയോടെ നൽകിയത്. അതിനപ്പുറം ഒരു ആധികാരികത ഇന്ന് നിലവിൽ നമ്മുടെ മുൻപിൽ ഇല്ല എന്ന വിശ്വാസത്തിന് പുറത്താണ് നമ്മളത് കൊടുത്തത്. തീർച്ചയായിട്ടും, കാരണം സാൻ ഫ്രാൻസിസ്കോയിലാണ് അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. നമുക്ക് ഈ ഇത്തരത്തിൽ ഔദ്യോഗികമായി നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന വാർത്താ ഏജൻസി അല്ലെങ്കിൽ ആ ഒരു അറിയിപ്പിനെയാണ് നമുക്ക് ഔദ്യോഗികമായി സ്വീകരിക്കുവാൻ സാധിക്കുക. കാരണം നമ്മുടെ രാജ്യത്തല്ല, മറ്റൊരു രാജ്യത്താണ്. സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു അദ്ദേഹം ചികിത്സയിൽ നേടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമേരിക്കയിൽ വെച്ചുള്ള ഓരോ അന്ത്യത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഔദ്യോഗികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ എല്ലാ ചാനലുകളും വന്ന് ആ ഒരു വാർത്ത എടുത്തിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഓരോരുത്തരും പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിരലുകൾക്ക് ദൈവത്തിൻ്റെ സ്പർശമുണ്ടായിരുന്നു. ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാത്ത യുവത്വത്തിൻ്റെ എല്ലാ ഊർജ്ജസ്വലതയോടുകൂടി ആ ഒരു വിരലുകൾ തബലയുടെ മുകളിലൂടെ പായുമ്പോൾ നമ്മൾ ആസ്വദിച്ചിരുന്ന സംഗീതം സാധാരണ സംഗീതമായിരുന്നില്ല, സാധാരണ താളമായിരുന്നില്ല, അത് മാന്ത്രികതയുടെ ദൈവികതയുടെ താളമായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ആ ഒരു മാന്ത്രിക സംഗീതം ആസ്വദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു ശരി. ഒരു പക്ഷേ ഇനി ഒരിക്കലും തബലയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിരലുകൾക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഉജ്ജ്വലമായ സംഗീതമായിരുന്നു സക്കീർ ഹുസൈൻ നമുക്കായി പകർന്നു നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കുവാൻ സാധിക്കുന്ന എല്ലാവിധ ബഹുമതികളും പുരസ്കാരങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അവരുടെ പരമോന്നതമായ ബഹുമതികൾ പോലും അദ്ദേഹത്തിന് സ്വന്തമാക്കുവാൻ സാധിച്ചു. ഗ്രാമി പുരസ്കാരം നിറവിൽ 1 അല്ല 4 ഗ്രാമി പുരസ്കാരങ്ങളാണ് സക്കീർ ഹുസൈൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു കഴിഞ്ഞ ഗ്രാമി പുരസ്കാരത്തിൽ 3 പുരസ്കാരങ്ങളും അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ പുരസ്കാരങ്ങളുടെ അംഗീകാരങ്ങളുടെയൊക്കെ നിറവിൽ നിൽക്കുമ്പോഴും അവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ പുരസ്കാരങ്ങളൊന്നും സക്കീർ ഹുസൈൻ എന്ന വ്യക്തിത്വത്തിൻ്റെ പ്രതിഭയെ മറ്റൊരു തരത്തിലും സ്വാധീനിച്ചില്ല എന്നുള്ളത് തന്നെയാണ്.
എത്ര വലിയ സംഗീതജ്ഞനാണെങ്കിലും എത്ര വലിയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഉപരിയായി വിനയമുള്ള അത്രയും ലാളിത്യമുള്ള ഒരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. തന്നോടൊപ്പം പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അത്ര കണ്ട് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, അവരോട് അത്ര കണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ പെരുമാറുന്ന ഒരു മനുഷ്യസ്നേഹിയെ കൂടിയാണ് നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ നഷ്ടമായിരിക്കുന്നത് എന്നും പറയാതിരിക്കാനാവില്ല. ഇപ്പം നമുക്കറിയാം, തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ ഒരു കേളി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വലിയൊരു ആദരവാണ് അദ്ദേഹത്തിന് നൽകിയത്. അന്ന് പെരുവനം കുട്ടന്മാരോടൊപ്പം അദ്ദേഹം പങ്കുവെച്ചിരിക്കുന്ന ആ ഒരു ഫ്യൂഷൻ, അത് നമുക്കത്ര കണ്ട് മനോഹരമായി അന്ന് എല്ലാവരും തന്നെ നമ്മൾ അത്ര കണ്ട് ആസ്വദിച്ചതാണ്. കാരണം ഒരിക്കലും ചെണ്ട പഠിക്കാത്ത ഒരാൾ ചെണ്ടയുടെ സകല കലകളും ഈ തബലയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കാഴ്ച, സകല കാലവും തബലയിൽ വായിച്ചൊരു കാഴ്ച അന്ന് നമ്മളെല്ലാവരും. അതാണ് സിന്ധൂരി ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പോലെ തബല എന്ന സംഗീതോപകരണം വായിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ അനന്തമായ സാധ്യതകൾ പരീക്ഷിക്കുക, വിവിധ വശങ്ങൾ, സംഗീതത്തിൻ്റെ വിവിധ വശങ്ങൾ അതിലേക്ക് സന്നിവേശിപ്പിക്കുക, അതാണ് ഏറ്റവും വലിയ കഴിവായിട്ട് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ പറഞ്ഞതുപോലെ പെരുവനത്തന്ന് വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ആദരിച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് നമുക്ക് കിട്ടിയ, കേരളത്തിന് കിട്ടിയ, മലയാളത്തിന് കിട്ടിയ ഏറ്റവും വലിയ ആദരമായിട്ട് നമ്മൾ കാണേണ്ടി വരും. സക്കീർ ഹുസൈനെ പോലെ ഒരു മഹാപ്രതിഭ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു ആദരം നമുക്ക് കിട്ടാനുണ്ടോ? തീർച്ചയായിട്ടും മനു, അതിൻ്റെ ആ ഒരു സന്തോഷമാണ് ഈ ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. കാരണം നമ്മൾ അത്രയും അടുത്തറിഞ്ഞത് ഒരു പക്ഷേ ആ വേദിയിലായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യം, സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന സംഗീത പ്രതിഭ സംഗീതത്തെ ആസ്വദിക്കുമ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ കാണികളെയും അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വേണം പറയാൻ. കാരണം നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുടിയും ആ തല വെട്ടിച്ചിട്ടുള്ള ഓരോ ആംഗ്യങ്ങളും എത്രത്തോളം മനോഹരമായി തൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്സിനോട് സംവദിച്ചുകൊണ്ടുള്ള തബല വായനയും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരും. അങ്ങനെ കൃത്യമായി തൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ കാണികളെയും അവരെ എത്രത്തോളം ആസ്വദിപ്പിക്കുവാൻ പറ്റുമോ, എത്രത്തോളം ആനന്ദിപ്പിക്കുവാൻ പറ്റുമോ, ആ രീതിയിലെല്ലാം തൻ്റെ ആ ഒരു വേദിയെ സ്വന്തമാക്കുവാൻ പറ്റുന്നൊരു അസാധ്യമായ കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് ഒരു ഐക്കണായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ രൂപത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ ഭാവത്തിലൂടെ, അദ്ദേഹം മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആംഗ്യങ്ങളിലൂടെ, അതിനേക്കാളെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ വിരലുകൾ തീർത്ത സംഗീത വിസ്മയത്തിലൂടെയുമാണ്. ഇങ്ങനെ സക്കീർ ഹുസൈൻ എന്നൊരു തബല വിദ്വാനെക്കുറിച്ച് അല്ലെങ്കിൽ തബല ആർട്ടിസ്റ്റിനെ കുറിച്ച് മാത്രം നമുക്ക് സംസാരിച്ച് നിൽക്കാനാവില്ല. കാരണം അദ്ദേഹം അത് മാത്രമായിരുന്നില്ല. തബലയിൽ വിസ്മയങ്ങൾ തീർക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം വാനപ്രസ്ഥം ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ചില സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. പൊതുസമൂഹങ്ങളിലേക്ക് ഭാഷാഭേദമന്യേ എല്ലാവരിലേക്കും എത്തുന്ന തരത്തിൽ അദ്ദേഹം ചില പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കലയുടെ ഏതൊക്കെ മേഖലയിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ ആ മേഖലകൾ എല്ലാം അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ അവിടെയെല്ലാം അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നൊരു കാഴ്ച കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ, ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിത യാത്ര നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ശക്തി ബ്രാൻഡിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. കാരണം തൻ്റെ ചുറ്റുമുള്ള പ്രതിഭകളോടൊപ്പം ചേർന്ന് അദ്ദേഹം ആ ഒരു ബ്രാൻഡ് ശക്തി ബാൻഡ് ഉപയോഗിച്ചപ്പോൾ അല്ലെങ്കിൽ അത് രൂപം കൊടുത്തപ്പോൾ അതിന് ബീറ്റിൽസുമായി ചേർന്ന് ഒക്കെ സംഗീതം ചെയ്യാൻ കഴിഞ്ഞ അപൂർവമായ പ്രതിഭകളിൽ ഇന്ത്യയിൽ നിന്ന് വന്നൊരാൾ. അല്ല, അതൊരു വലിയ ബീറ്റിൽസ് എന്ന് പറയുന്ന ഒരു ലോക വിശ്വോത്തര ബാൻഡിനോടൊപ്പം ചേരുക, അവിടെ അത്രയും തന്നെ അവരോട് കിടപിടിക്കുന്ന തരത്തിൽ തൻ്റെതായ ഒരു വഴി വെട്ടിത്തുറന്നു കൊടുക്കുക. പിന്നീട് അങ്ങോട്ട് ഈ ഒരു, ഞാൻ ആദ്യമേ അത് തന്നെയാണ് പറഞ്ഞത്. കാരണം ബീറ്റിൽസ് ഒക്കെ ഒരു പക്ഷേ ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന് മുന്നിൽ ഇങ്ങനെ തലകുനിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഉസ്താദ് സക്കീർ ഹുസൈൻ്റെ ഒക്കെ മുൻപിൽ മാത്രമായിരിക്കാം. കാരണം ഇപ്പോൾ സിന്ധൂരി പറഞ്ഞ പോലെ ഒരു വിശ്വോത്തര ബാൻഡാണ് അവർ. സക്കീർ ഹുസൈനെ വിളിച്ച് അവരുടെ കൂടെ ചേർത്തൊരു ബാൻഡിൻ്റെ പങ്കാളിയാക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ കഴിവുകൾ എത്രമാത്രം ഉണ്ടെന്ന് ലോകം അറിയുന്ന നിമിഷമാണത്. ആ ബീറ്റിൽസ് ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ. അത് മാത്രമല്ല നമ്മൾ പറയേണ്ടത്, സാധാരണഗതിയിൽ ഈ തബല വായിക്കുമ്പോൾ മുഖത്തെ ഭാവങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉള്ളതല്ല, മുഖഭാവങ്ങൾ അതിൽ പ്രസക്തമേ അല്ല. പക്ഷേ സക്കീർ ഹുസൈൻ തബല വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. തബലയിൽ അദ്ദേഹം വായിക്കുന്ന രാഗങ്ങൾ, ആ ഒരു ഭാവം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് അദ്ദേഹം സന്നിവേശിപ്പിക്കുന്നു. അതൊക്കെ അസാധ്യമായ കാഴ്ചകളാണ്. നമ്മൾ ഈ ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞപ്പോഴാണ് ആ കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞത്. നമുക്കൊക്കെ ഒരുപക്ഷെ അധികം കാണാൻ കഴിയാതെ പോയ മനോഹരമായ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് അദ്ദേഹം കടന്നു പോയിരിക്കുന്നത്. അതേ മനു, ഞാൻ ഈ പറഞ്ഞ ഒരു
കാര്യം പ്രധാനപ്പെട്ടതാണ്. കാരണം സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വേദിയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സദസ്സിനോട് സംവദിക്കുമ്പോൾ അത് തബലയിലൂടെ മാത്രമായിരുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് ആ ഒരു കച്ചേരികൾ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം തൻ്റെ വിരലുകൾ തബലയുടെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ സൃഷ്ടിക്കുന്ന മാന്ത്രിക താളത്തിനോടൊപ്പം തന്നെ അത് താൻ എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് എന്ന് ആ മുഖഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഒരു പക്ഷേ അതൊരു കാഴ്ചയുടെ വിരുന്നായി തീരുന്നത് അത്തരത്തിലുള്ള മുഖഭാവങ്ങളിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുമ്പോൾ കൂടിയാണ്. അങ്ങനെ തൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അവരെ ആസ്വദിപ്പിക്കുവാൻ തരത്തിൽ തൻ്റെ സംഗീതത്തെ ഏതൊക്കെ വിധത്തിൽ ഉപയോഗിക്കാമോ ആ വിധത്തിലെല്ലാം ഉപയോഗിച്ച ഒരു സംഗീത പ്രതിഭയാണ്, സംഗീത മാന്ത്രികനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് പറയാതിരിക്കാനാവില്ല. അമേരിക്കയിലായിരുന്നു, അതായത് 18ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അമേരിക്കയിൽ ആദ്യമായി ഒരു കച്ചേരി അവതരിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അദ്ദേഹത്തിന് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ജീവിതത്തിൻ്റെ കൂടുതൽ സമയങ്ങളിലും അദ്ദേഹം സെറ്റിൽ ചെയ്തത് അമേരിക്കയിൽ തന്നെയായിരുന്നു. അവിടെ അമേരിക്കൻ ജനത അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ അംഗീകരിച്ചതും ആസ്വദിച്ചതും ഒരു വലിയ രീതിയിലാണ്. കാരണം അവിടുത്തെ പരമ്പരാഗത കലാകാരന്മാർക്ക് കൊടുക്കേണ്ട പരമോന്നതമായ ബഹുമതി നൽകിയ അമേരിക്കൻ ജനത സക്കീർ ഹുസൈനെ ആദരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം പത്മഭൂഷണും പത്മശ്രീയും നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര ആദരവുകൾ, എത്രയെത്ര പുരസ്കാരങ്ങൾ ഈ ഒരു സംഗീത ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന് ലഭിച്ചു. 73ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നത്.